Good morning. Today we are discussing the section 32 of the Kerala Cooperative Societies Act 1969. The section 32 related with the provisions regarding the supersession of the managing committee of a cooperative society. This section specifies that the registrar of a cooperative society shall have the power to supersede the managing committee of a cooperative society in certain cases. Then this section specifies the circumstances under which the committee of a cooperative society is superseded by the registrar of cooperative society. Okay, അതായത് സെക്ഷൻ 32 പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റീനെ പിരിച്ചുവിടുക. സൂപ്പർസീഡ് മീൻസ് പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റീനെ ചില കേസുകളിൽ പിരിച്ചുവിടാനുള്ള പവർ രജിസ്ട്രാർക്കുണ്ട്. അപ്പോൾ ഏതൊക്കെ കേസിലാണ് രജിസ്ട്രാർക്ക് ഈ പവർ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അല്ല ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് രജിസ്ട്രാർ ഒരു സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റീനെ പിരിച്ചുവിടുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 32 പറയുന്നത്. ഹിയർ ദാറ്റ് മേ ബി ഇഫ് ദ രജിസ്ട്രാർ ആഫ്റ്റർ ആൻ എൻക്വയറി ബൈ ഹിംസെൽഫ് or through his subordinate or on the report of the financing bank or the vigilance officer or otherwise is satisfied that the committee of the society. Okay, അതായത് ഒന്ന് രജിസ്ട്രാർ സ്വമേധയാ അല്ലെങ്കിൽ സബോർഡിനേറ്റ് വഴി നടത്തിയ അന്വേഷണം വഴി അല്ലെ വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് പ്രകാരം അല്ലെ ഫിനാൻസിംഗ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് ദെൻ അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിനെ എന്ത് ചെയ്യാം, പിരിച്ചുവിടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കേസിലാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് പറയുന്നത് persistently makes default in the working of the society. അതായത് then the managing committee is responsible for the day-to-day management of the cooperative society. Then if the society willfully makes any default in the working of the society, സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അല്ലേ മാനേജിങ് കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക, വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ then second one does anything which is prejudicial to the interest of the society. അല്ലേ, prejudicial means against, contrary or against സൊസൈറ്റിയുടെ താല്പര്യത്തിന് അല്ലെ സൊസൈറ്റി ഒബ്ജക്റ്റിന് അല്ലെ സൊസൈറ്റിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി മാനേജിങ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ. Then third one is negligent in the performance of the duties imposed on it by this act or rule or bylaw of the society. നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ പഠിച്ചു അല്ലേ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി മാനേജിങ് കമ്മിറ്റി. If the managing committee is negligent in the performance of these duties, അല്ലേ, അലംഭാവം വരുത്തി കഴിഞ്ഞാൽ അല്ലെ അത് ചെയ്യാതിരുന്നാൽ അല്ലെ മാനേജിങ് കമ്മിറ്റി ചെയ്യേണ്ട ഡ്യൂട്ടീസ് ബൈലോ പ്രകാരം അല്ലെ പ്രൊവിഷൻ പ്രകാരം ആക്ട് പ്രകാരം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നാൽ മാനേജിങ് കമ്മിറ്റീനെ എന്ത് ചെയ്യാം, സൂപ്പർസീഡ് ചെയ്യാം. നാലാമത്തെ വിൽഫുള്ളി ഡിസൊബേ ഓർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ലോഫുൾ ഓർഡർ ഓർ ഡയറക്ഷൻ ഇഷ്യൂഡ് അണ്ടർ ദിസ് ആക്ട് ഓർ റൂൾ. അതായത് ഈ ആക്ട് പ്രകാരം റൂൾ പ്രകാരം രജിസ്ട്രാർ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെ ഓർഡർ ദെൻ ഒബേ ചെയ്തില്ലെങ്കിൽ അല്ലെ ഇതാണ് ആ ഓർഡർ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റീനെ പിരിച്ചുവിടാം. ആൻഡ് നെക്സ്റ്റ് വൺ മേക്ക് എനി പേയ്മെൻറ്റ് കോൺട്രറി ടു ദിസ് ആക്ട് ഓർ റൂൾ ഓർ ബൈലോ ഓഫ് ദി സൊസൈറ്റി. ആക്ടിന് റൂൾ അല്ലെങ്കിൽ ബൈലോയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും പേയ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ. മേക്ക് ഡാമേജ് ടു ദി അസറ്റ് ഓഫ് ദി സൊസൈറ്റി ബൈ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ നെഗ്ലിജൻസ്. നെക്സ്റ്റ് പറയുന്നത് സൊസൈറ്റിയുടെ അസറ്റിന് എന്തെങ്കിലും ഡാമേജുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ. ദെൻ ദ മാനേജിങ് കമ്മിറ്റി ഈസ് ദ ട്രസ്റ്റി അല്ലേ. ഹിയർ ദ പ്രസിഡൻറ്റ് lead this committee, then the managing committee is the trustee. Therefore then it is the duty of the managing committee to safeguard all the assets and liabilities as well as the interest of the society. Then here if any make any damage to the asset of society, then he is then that means here this committee is superseded. And finally misappropriate or destroy or tampers with the records or cause the destruction of the records to cover up any malpractices. That means forgery. Here make any default or make any misappropriations or destroy the records or tampers the records. എന്ത് ചെയ്യുക, രജിസ്റ്ററിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ റെക്കോർഡ്സ് നശിപ്പിക്കുക അല്ലെങ്കിൽ തിരുത്തൽ വരുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ടാമ്പേഴ്സ് അല്ലേ, എന്തെങ്കിലും അനധികൃതമായിട്ട് അതിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് മാനേജിങ് കമ്മിറ്റി റെസ്പോൺസിബിൾ ആണ്. Then in this case the committee may be superseded by the registrar.
Then the registrar, after giving the committee an opportunity to state its objection, if any, by an order in writing, remove the committee and appoint a new committee consisting of not more than 3 members of the society or 3 administrators to manage the affairs of the society. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സൊസൈറ്റീൻ്റെ മാനേജിങ് കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ബിഫോർ superseding this committee, an opportunity should be given to the existing committee to state its objections if any. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് പറയാനുണ്ട്, അതിനുള്ള അവകാശം കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ദെൻ റിമൂവ് ദ കമ്മിറ്റി ആൻഡ് അപ്പോയിൻ്റ് എ ന്യൂ കമ്മിറ്റി. നിലവിലുള്ള കമ്മിറ്റീനെ റിമൂവ് ചെയ്തിട്ട് പുതിയ കമ്മിറ്റീനെ നിയമിക്കും. ഒന്നെങ്കിൽ സൊസൈറ്റിയുടെ 3 മെമ്പേഴ്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക 3 അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്ത് ചെയ്യും, സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റായിട്ട് നിയമിക്കും. ഓക്കെ, ദ ന്യൂ കമ്മിറ്റി ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 6 months. This period may be extended from time to time. However, the total period does not exceed 1 year. And this new committee is appointed for a period of 6 months. And then the registrar shall have the power to extend the period of this temporary committee or the 3 administrators. Then the maximum period shall not exceed 1 year. Here, and the registrar shall consult the financing bank and the circle cooperative union concerned before passing such an order. Okay, before passing the order for the supersession of any of the committee of society, then the managing committee of the society, then the registrar should consult with the financing bank as well as the concerned circle cooperative union. Okay, and this committee or administrator shall, subject to the control of the registrar, have the power to exercise all the functions of the committee. Then society has separate legal existence. As per section 9, it has it is a body corporate. Okay, it has separate legal existence. Therefore, then the supersession of the committee shall not affect the regular working of the society. That means the new committee or the then 3 administrators shall have the power to exercise all the powers and functions of the managing committee under the control of the registrar. Then the committee or administrator shall, before the expiry of the term, make arrangement for the constitution of the new committee. Usually this committee is appointed for a period of 6 months. Then during this period, the committee took initiative for the constitution of the or election of the new managing committee. Okay, these are the provisions specified in the section 32 of the Kerala Cooperative Societies Act. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. Then what are the circumstances under which the managing committee of a cooperative society is superseded? Okay, only the registrar shall have the power to supersede the committee of a cooperative society in the these cases. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റി മാനേജിങ് കമ്മിറ്റീനെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള പവറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യും, മാനേജിങ് കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 3 മെമ്പേഴ്സ് അടങ്ങിയ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് അടങ്ങിയ 3 മെമ്പേഴ്സ് അടങ്ങിയ ഒരു കമ്മിറ്റീനെ അല്ലെങ്കിൽ 3 അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയാണ് എന്ത് ചെയ്യുക, സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയെടുത്താൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദിസ് കമ്മിറ്റി ഈസ് 6 months. However, the registrar shall have the power to extend this period, but the maximum period shall not be 1 year. Then before the expiry of the term of this committee, the committee shall make arrangement for the constitution of the new managing committee. Okay.